വിനോദ് അതിനുള്ള സാധ്യതയില്ല. കാരണം രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് PV അൻവർ വ്യക്തമായി കഴിഞ്ഞു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സാമൂഹ്യ സംഘടനയാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നും അൻവർ പറഞ്ഞു. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരാണ് പ്രബലരെന്നും മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വേദിയിൽ പലരെയും പ്രതീക്ഷിക്കാമെന്നും അൻവർ പറഞ്ഞു. തമിഴ്നാട്ടിലെ DMK-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച അൻവർ ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന നേതാവാണ് MK സ്റ്റാലിനെന്നും പ്രതികരിച്ചു. അൻവറിന്റെ വാക്കുകളിലേക്ക്. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട് നൽകുന്ന എല്ലാവരെയും ഈ സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിപ്പിക്കും. ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്നാണ് അൻവർ വിശേഷിപ്പിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് പറയുന്നു. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, നേരത്തെ വിനോദ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി സ്വതന്ത്ര MLA ആയി ജയിച്ച ആൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോയാൽ അതിന്റെ ഭാരവാഹിത്വം വഹിച്ചാൽ സ്വാഭാവികമായും നിയമസഭാംഗത്വം നഷ്ടപ്പെടും, അയോഗ്യനാക്കപ്പെടും. അതിനുള്ള തയ്യാറെടുപ്പുകൾ അൻവർ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകില്ല. തൽക്കാലം ഒരു സാമൂഹിക സംഘടന രൂപീകരിക്കുക, അതിനെ ശക്തിപ്പെടുത്തുക, കൂടുതൽ ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കുക, അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന് രൂപമാറ്റം വരുത്തുക, അങ്ങനെ ആയിരിക്കും അല്ലേ? രഞ്ജിത്തിന്റെ നിരീക്ഷണങ്ങൾ വളരെ ശരിയാണ്. കാരണം അൻവറിനെ സംബന്ധിച്ച് നിലവിൽ നേടിയ സ്ഥാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ വഴികളും അദ്ദേഹം നോക്കുന്നുണ്ട്. അതിന് നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, നിയമപരമായിട്ട് എന്തെല്ലാം ചെയ്താലാണ് സാധ്യമാവുക എന്നാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. അദ്ദേഹം ഈ ആഴ്ച ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് പിന്നീട് നിയമസഭയിലെ അംഗത്വത്തെ കുറിച്ചുള്ള നിയമപ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം ആ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഒരു സംഘടന എന്ന രീതിയിൽ ഒരു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് എന്ന തരത്തിലൊരു സാമൂഹ്യ സംഘടന എന്ന തരത്തിലേക്കാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അതിന് നിയമസഭാ അംഗത്വം നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള നിയമക്കുരുക്കിലേക്ക് പോവുകയും ചെയ്യില്ല. മറിച്ച് അൻവറിനെ സംബന്ധിച്ച് അൻവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് മുഖേന നടത്തുകയും ചെയ്യാം. അതിലേക്ക് തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നും DMK-യുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉറപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും താൻ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സമയവും അൻവറിന് ലഭിക്കും. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് ചെന്നൈയിലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഈ ഒരു സംഘടനയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ DMK എന്ന ചുരുക്കെഴുത്തിൽ അത് വരികയാണ്. അപ്പോൾ കേരളത്തിലെ DMK എന്ന തരത്തിൽ അദ്ദേഹത്തിന് അതിന് പ്രചാരണം നടത്തുവാനും സാധിക്കും. മാത്രമല്ല അതിർത്തിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം ഉന്നയിക്കുന്ന വലിയ ഒരു വിഷയം മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ താൻ ഉദ്ദേശിക്കുന്ന മേഖലകളിൽ മലയോര മേഖലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളാണ് അധികവും ഉള്ളത്. അവിടെ കേന്ദ്രീകരിച്ച് കുറെ കൂടി ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തുവാനും സാധിക്കും. അത്തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. അദ്ദേഹത്തിന് നിലവിൽ ലഭിക്കുന്ന പിന്തുണ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് MLA ആയി ഭരണപക്ഷ MLA എന്ന നിലയിൽ അദ്ദേഹം ഭരണപക്ഷത്തെ വിമർശിക്കുന്നതുകൊണ്ടാണ്. അദ്ദേഹം മറ്റൊരു പക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ലീഗിന്റെയോ വലതുപക്ഷത്തേക്ക് UDF-ലേക്കോ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു പിന്തുണ ലഭിക്കുകയില്ല. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന കാര്യമാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വഴി തെരഞ്ഞെടുത്തിരിക്കുന്നതും. നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് തന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതിന് നിയമകുരുക്കുകളില്ലാത്ത ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ ഇതിലൂടെ തീർക്കുവാൻ അൻവറിന് സാധിക്കും. എന്നാണെങ്കിലും ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അൻവർ വൈകിട്ട് മഞ്ചേരിയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 1,00,000 പേർ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ അത്രയും ആളുകൾ അൻവറിന്റെ നമുക്കറിയാം കഴിഞ്ഞ തവണ നടത്തിയ 2 സമ്മേളനങ്ങളിലും ആൾക്കൂട്ടത്തിന് ഒരു ക്ഷാമവും ഉണ്ടായില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അണികളുള്ള ഒരു നേതാവ് കൂടിയാണ് PV അൻവർ. പക്ഷേ അനുമോദ് പറഞ്ഞ പ്രശ്നം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ല. CPM-കാരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന അവകാശവാദം അൻവറിനുണ്ട് എങ്കിൽ തന്നെയും അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്, എത്ര പേരുണ്ടാകും, എന്താണ് അൻവറിന്റെ മുന്നോട്ടുള്ള പോക്ക്, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.